മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ചാപ്റ്ററുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? മണി ആൻഡ് ക്രെഡിറ്റ്. അപ്പൊ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, മണി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ? പല ആൾക്കാരും ജീവിക്കുന്നത് വരെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയും? മണിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം പൈസ എന്ന് പറയുന്ന അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ എന്താണ് അത്രമാത്രം ഇന്നത്തെ കാലഘട്ടത്തില് ജീവിക്കാൻ എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം അല്ലെ? അപ്പൊ ഫുഡ് കഴിക്കാൻ ഉള്ള പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഫുഡിന് വേണ്ട സാധനങ്ങൾ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. ഫുഡ് കഴിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? കയ്യില് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഫുഡ് കഴിക്കാൻ നമുക്ക് എക്സസ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടില് എല്ലാത്തരം കൃഷികളൊക്കെ നടത്തി കുറെ കന്നുകാലികളെയൊക്കെ വളർത്തി അങ്ങനെ ജീവിക്കണം. പക്ഷെ ഈ കന്നുകാലികളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം അല്ലെ? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മള് ജീവിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെയും അമ്മേന്റെയും കയ്യിൽ എന്ത് വേണമായിരുന്നു? പൈസ വേണം അല്ലെ? അപ്പൊ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങിക്കുന്നത്? നോട്ട്ബുക്കോ അല്ലെങ്കിൽ പെന്നോ ബാഗോ കൊടയൊക്കെ വാങ്ങിക്കുന്നത് അല്ലെ? സോ അതാണ് മണി ആൻഡ് ക്രെഡിറ്റ്. അപ്പം പൈസയുടെ ഇമ്പോർട്ടൻസ് അല്ലെ? നമ്മുടെ ഇന്ന് ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില്, ഇന്നത്തെ കറന്റ് സിനാറിയോയില് മണീന്റെ ഇമ്പോർട്ടൻസ് ആണ് മണി എങ്ങനെയാണ് നമ്മള് ഡീല് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താ മക്കളെ? മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറെ മണി അല്ലെ? നാണയങ്ങളിൽ കോയിൻസ് ആയിട്ടുള്ളതുണ്ട് അല്ലെ? നോട്ട് പൈസകളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസിൽ നമുക്ക് പൈസ ഉണ്ട് അല്ലെ? 50 രൂപ നോട്ടുകളുണ്ട്, 100 രൂപ നോട്ടുകളുണ്ട്, 200 രൂപ നോട്ടുകളുണ്ട്, 500 രൂപ നോട്ടുകളുണ്ട്, 10 രൂപയുണ്ട്, 20 രൂപയുണ്ട്, 5 രൂപയുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മള് ഡെയിലി ലൈഫില് യൂസ് ചെയ്യുന്ന സാധനമാണ് എന്താ? മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അത് തന്നെയാണ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പൈസ എന്ന് പറയുന്നത് is an important medium of exchange ആണ് അല്ലെ? So the use of money plays a very large part of our everyday life. മണി എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫില് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. And many of transactions, goods are being bought and sold with the use of money. അല്ലെ? നമ്മള് പൈസ ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങുകയും അല്ലെങ്കിൽ വിൽക്കുന്ന കച്ചവടക്കാരൻ എന്താ തിരിച്ചു വാങ്ങിക്കുന്നത്? നോട്ട്ബുക്ക് വാങ്ങുമ്പം ആ കച്ചവടക്കാരൻ എന്താ തിരിച്ചു വാങ്ങിക്കുന്നത്? മണിയാണ് അല്ലെ? അവർ തിരിച്ച് പൈസ, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് അദ്ദേഹം ആ പൈസ വാങ്ങിച്ചിട്ടാണ് നമുക്ക് വേണ്ട ബുക്ക് മെറ്റീരിയൽസ് ഒക്കെ തരുന്നത് അല്ലെ? And some of these transaction services are being exchanged with the money. For some, there might not be any actual transfer of money taking place now, but a promise to pay money later. അപ്പൊ തന്നെ നമ്മൾ ചിലപ്പം ചില കാര്യങ്ങളില് പൈസ പേ ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മള് പിന്നീട് പൈസ അങ്ങനെ ട്രാൻസാക്ഷൻ ആവുന്ന ചില കണ്ടീഷൻസും ഉണ്ട്. അപ്പൊ മണി എന്ന് പറയുന്നതാണ് ഇവരുടെയൊക്കെ എന്താ ബേസിക്, നമ്മുടെ എക്സ്ചേഞ്ചിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് എന്ത് മക്കളെ? പൈസ എന്ന് പറയുന്ന സാധനം. ഓക്കെ, so have you ever wondered why transactions are made in money? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു സാധനം വാങ്ങുക എന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഒരാൾക്ക് വിൽക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ അവിടെ തിരിച്ചു ചോദിക്കുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? മണിയാണല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ പൈസ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു പൈസ അൾട്ടിമേറ്റ് ആയിട്ടാ ഇത് ഒരു സാധനം അങ്ങോട്ട് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ എന്ന് പറയുന്ന മണി വേണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സാധനം ആക്കി കൂടായിരുന്നോ? എനിക്ക് പൈസ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഞാനല്ല ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ?
മണി തന്നെ വേണം, എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മീഡിയേറ്റർ ആയിട്ട് പൈസ വേണം എന്ന് പറയുന്ന ഒരു നെസസിറ്റി എന്താണ്? നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? വേറെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ചെയ്യായിരുന്നു? ചിലപ്പം വേണമെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഫണ്ണി ആയിട്ട് പറയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നോട്ട്ബുക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ഇല്ലേ, ആ പ്ലേറ്റ് കൊടുത്താൽ മതി എന്തുകൊണ്ടാ നമ്മൾ കമ്പയർ ചെയ്താത്തത്? ലൈക്ക് എനിക്കൊരു നോട്ട്ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കുറെ അട്ടിക്ക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു നോട്ട് വേണ്ടപ്പോ ഞാനൊരു പ്ലേറ്റ് കൊടുക്കുന്നു. അപ്പം എന്ത് പൈസയ്ക്ക് പകരം പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കുക? എല്ലാ ആൾക്കാർക്കും എന്ത് കൊടുക്കാണ്? പ്ലേറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല ഇന്ന്? ഓക്കെ, സോ the reason is simple. A person holding money can easily exchange it for any service that he or she might want. Thus, everyone prefers to receive payments in money. അപ്പൊ നമ്മള് പ്ലേറ്റും ഗ്ലാസും ഒന്നും അല്ല പേയ്മെന്റ്സ് ആയിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത്? മണിയാണ്. പേയ്മെന്റ് മണിയുടെ രൂപത്തിലാണ് നമ്മൾ കിട്ടാൻ ആവശ്യപ്പെടുന്നത്. ആൻഡ് ദെൻ എക്സ്ചേഞ്ച് ദ മണി ഫോർ തിങ്സ് ദാറ്റ് ദേ വോണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിലും അവർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്? മണിയാണ് അവിടെ മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു സാധനവും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലെ? എന്താ പിക്ചറിൽ കാണുന്നത്? പിക്ചറിൽ എന്താ കാണുന്നത്? രണ്ട് ആൾക്കാരുണ്ട്. ഒരാളുടെ കയ്യിൽ എന്താ ഇത്? പട്ടിക്കുട്ടിയാണോ പൂച്ചക്കുട്ടിയാണോ? ഓക്കെ, എന്തോ ഒരു പെറ്റ് ഉണ്ട് അല്ലെ? അവരുടെ കയ്യിൽ ഒരു പെറ്റ് ആനിമൽ ഉണ്ട്. ഒരു പെറ്റാണ് ഇത്. സോ ഇവരുടെ കയ്യിൽ ഒരു പെറ്റ് ഉണ്ട്. ഇയാളുടെ കയ്യിൽ കുറച്ച് ആപ്പിൾസ് ഉണ്ട്. അപ്പൊ ഒരാളുടെ കയ്യില് പെറ്റ് ഉണ്ട്, മറ്റേയാളുടെ കയ്യില് ആപ്പിൾസ് ഉണ്ട്. സോ അപ്പം ഇയാൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയോ? കുറച്ച് ആപ്പിൾ വേണം. ഓക്കെ, ഇയാൾക്ക് കുറച്ച് ആപ്പിൾ വേണം. അപ്പൊ ഇയാള് പറഞ്ഞു ഇത് എ ആണ്, ഇത് എ എന്ന് പറയുന്ന ആളാണ്, ഇത് ബി എന്ന് പറയുന്ന ആളാണ്. അപ്പം എക്ക് വേണ്ടത് ആപ്പിൾസ് ആണ്. എക്ക് കുറച്ച് ആപ്പിൾ വേണം, ബിക്ക് ആപ്പിൾ കുറെ ഉണ്ട്. ബിന്റെ കയ്യിൽ കുറെ ആപ്പിൾ ഉണ്ട്, എക്ക് ആപ്പിളും വേണം. അപ്പൊ ബി എന്ത് ചെയ്യും? എയോട് പറയും നീ ആപ്പിൾ നീ വെച്ചോളൂ, പകരം നിന്റെ കയ്യിലുള്ള പെറ്റിനെ എനിക്ക് തരൂ എന്ന് പറയും. ഓക്കെ, അപ്പം ആപ്പിളിനെ കൊടുക്കുന്നു, പെറ്റിനെ തിരിച്ചു വാങ്ങിക്കുന്നു അല്ലെ? ഒരു സാധനത്തിന് പകരം വേറൊരു സാധനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മണി എന്ന് പറയുന്ന സാധനം ഇല്ല അല്ലെ? നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാ? ആപ്പിൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ 1 കിലോ ആപ്പിളിന് എത്രയാ? 100 rupees ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 rupees കൊടുത്തിട്ടല്ലേ ആപ്പിൾ വാങ്ങിക്കുന്നത്. പക്ഷെ ഇവിടെ മണി എന്ന് പറയുന്ന സാധനം ഇല്ല അല്ലെ? അപ്പൊ ഒരു സാധനത്തിന് പകരം എന്ത് കൊടുക്കുകയാണ്? വേറൊരു സാധനം കൊടുക്കുകയാണ് അല്ലെ? ആപ്പിൾ വാങ്ങിക്കുന്ന അതിന് പകരം എന്ത് കൊടുക്കുകയാണ്? ഒരു പെറ്റ് ആനിമലിനെ കൊടുക്കുകയാണ്. അപ്പം സാധനത്തിന് പകരം എന്ത് കൊടുക്കുകയാണ്? സാധനം കൊടുക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. നേരെ മറിച്ച് ഇയാൾക്ക് പെറ്റിനെയും കൊടുത്തു, ഇയാൾക്ക് ആപ്പിളിനെയും കൊടുത്തു. രണ്ടാൾക്കാരും എന്തായി? സാറ്റിസ്ഫൈഡ് ആയി അല്ലെ? രണ്ടാൾക്കാരും സാറ്റിസ്ഫൈഡ് ആയി. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നേരത്തെ. ആ സിസ്റ്റത്തിനെ പറഞ്ഞിരുന്ന പേരാണ് മക്കളെ ബാർട്ടർ സിസ്റ്റം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബാർട്ടർ സിസ്റ്റം. സോ എന്താ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനത്തിന് പകരം സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ? എക്സ്ചേഞ്ച് ചെയ്യുക. അതിനാണ് എന്ത് പറയാ? ബാർട്ടർ സിസ്റ്റം എന്ന് പറയാ. ബാർട്ടർ സിസ്റ്റത്തില് ഞാൻ ചോദിക്കട്ടെ, ബാർട്ടർ സിസ്റ്റത്തില് ഇവിടെ നമ്മൾ ആപ്പിൾ കൊടുത്തു, പെറ്റിനെ വാങ്ങിച്ചു, അല്ലെങ്കിൽ പെറ്റിനെ കൊടുത്തു, ആപ്പിളിനെ വാങ്ങിച്ചു. ഇയാൾക്ക് പെറ്റിന് റിക്വയർമെന്റ് ഉള്ളത് കൊണ്ടല്ലേടാ, ഇയാൾക്ക് പെറ്റിന് ആവശ്യമുള്ളത് കൊണ്ടല്ലേ ഇയാൾ ആപ്പിളിനെ കൊടുത്തപ്പോ ഇയാള് പെറ്റിനെ കൊടുത്തത്. സപ്പോസ് ഇയാൾക്ക് പെറ്റിന് ആവശ്യമില്ല, പക്ഷെ ഇയാൾക്ക് ആപ്പിളും വേണം. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒരാൾക്ക് മാത്രം ആവശ്യമുണ്ട്, മറ്റേ ആൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ബാർട്ടർ സിസ്റ്റത്തില് എന്ത് ചെയ്യാൻ പറ്റില്ല. രണ്ടാൾക്കാർക്ക് ഒരുപോലെ എന്ത് വേണം? റിക്വയർമെന്റ് വേണം അല്ലെ? രണ്ടാൾക്കാർക്കും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഒരാൾക്ക് ആവശ്യമില്ല, ഒരാൾക്ക് ആവശ്യം ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതാണ് if there is no usage of money,
അല്ലെ? അപ്പൊ പൈസ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ എ ഷൂ മാനുഫാക്ചറർ. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊടുക്കാണ്. ഒരു ഷൂ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, ഷൂ മാനുഫാക്ചർ ഉണ്ട്. അയാൾക്ക് ടു എക്സ്ചേഞ്ച് ഡയറക്ട്ലി ഷൂസ് ഫോർ വീറ്റ് വിത്തൗട്ട് യൂസ് ഓഫ് മണി. ഇപ്പൊ നമ്മള് ആപ്പിളിന്റെയും പെറ്റിന്റെയും കാര്യം പറഞ്ഞതുപോലെ ഒരു ഷൂ ഉണ്ടാക്കുന്ന ഒരാൾക്ക് കുറച്ച് വീറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മണി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഷൂസ് വീറ്റിന് പകരം ഷൂ തരാം, ഞാൻ ഷൂ തരാം, നിങ്ങൾ എനിക്ക് പകരം വീറ്റ് തരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒന്ന് ആ വീറ്റ് വിൽക്കുന്ന ആൾക്ക് എന്ത് വേണം, ഷൂവിന്റെ റിക്വയർമെന്റ് വേണം അല്ലെ? ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഗോൾഡ് വേണമെന്ന് വിചാരിക്കുക, എനിക്ക് എന്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, വേറൊരാളുടെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഞാന് എന്റെ കയ്യിലുള്ള ഗോൾഡ് കൊടുത്തിട്ട്, അപ്പൊ അയാൾക്ക് ഗോൾഡ് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോ, അയാൾക്ക് ഗോൾഡ് ആവശ്യമുണ്ട്, അയാളുടെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മള് ഈ ഒരു മണി എന്ന് പറയുന്ന സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, എന്റെ കയ്യിലുള്ള ഗോൾഡ് ഞാന് അയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ കയ്യിലുള്ള പെൻസില് ഞാന് തിരിച്ചു വാങ്ങിക്കും അല്ലെ? ബാർട്ടർ സിസ്റ്റത്തിൽ അതല്ലേ നടക്കുന്നത് അല്ലെ? അപ്പം അവർക്ക് മൂല്യം, ഒരു സാധനത്തിന്റെ മൂല്യം അല്ലെ, അത് എത്രത്തോളം വില മതിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അത് രണ്ടും ഒരുപോലെയാ. എനിക്കൊരു പെൻസിൽ തന്നാൽ മതി, ഞാൻ എന്റെ കയ്യിലുള്ള ഗോൾഡ് ഞാൻ തിരിച്ചു തന്നേക്കാം എന്ന് പറയുമ്പം അവിടെ നമുക്ക് ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു മൂല്യം കണക്കാക്കാൻ പറ്റില്ല അല്ലെ? അപ്പം അയാൾ എന്നോട് പറയാ, എനിക്ക് ഗോൾഡ് വേണ്ട, എനിക്ക് ഗോൾഡിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ പെൻസിൽ തരുന്നില്ല എന്ന് പറയാ. എനിക്ക് ഗോൾഡിന്റെ ആവശ്യം ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ പെൻസിൽ തരുന്നില്ല എന്ന് പറയാ. അപ്പം അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുവോടാ? ഇല്ല, അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കില്ല അല്ലെ? അപ്പൊ രണ്ട് ടീംസിനും എന്ത് വേണം, റിക്വയർമെന്റ് വേണം, എങ്കിലും മാത്രമേ മണി ഇല്ലാത്തൊരു കേസിൽ എക്സ്ചേഞ്ച് പോസിബിൾ ആവുകയുള്ളൂ. He would have to look for a wheat growing farmer who not only wants to sell wheat but also want to buy the shoes in exchange. അതാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു ഷൂ മാനുഫാക്ചർക്ക് വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഷൂ ആവശ്യമുള്ള വീറ്റ് വിൽക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം അല്ലെ? ഷൂ ആവശ്യമുള്ള വീറ്റ് വിൽക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് വീറ്റ് കിട്ടില്ല. So that is both parties have to agree to sell and buy each other's commodities. അപ്പം രണ്ടാൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ല് ചെയ്യുകയും ചെയ്യണം, ബൈ ചെയ്യുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം വർക്ക്ഔട്ട് ആവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ അല്ലേടാ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. So this is known as ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ് അല്ലെ? ഇതിനെയാണ് നമ്മൾ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ് എന്ന് പറയുന്നത് അല്ലെ? ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാർക്ക് എന്ത് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വേണം. അതിനെയാണ് എന്ത് പറയാടാ? ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ് എന്ന് പറയുന്നത്. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ് എന്ന് പറയുന്നത്. സോ ഇൻ എ ബാർട്ടർ സിസ്റ്റം, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ബാർട്ടർ സിസ്റ്റം എന്നാണ് അല്ലെ? In a barter system where goods are directly exchanged without the use of money, double coincidence of wants is an essential feature. അപ്പം ബാർട്ടർ സിസ്റ്റത്തിലെ എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നതാണ് എന്ത്? ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ്. അപ്പൊ രണ്ടാൾക്കാർക്ക് എന്ത് വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം വേണം. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? നമ്മൾ ബാർട്ടർ സിസ്റ്റം ആണ് പഠിച്ചത്. ബാർട്ടർ സിസ്റ്റത്തിൽ എന്ത് വേണമെന്നാ പഠിച്ചത്? രണ്ടാൾക്കാർക്കും ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ് അല്ലെ? രണ്ടാൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം ഉണ്ടായിരിക്കണം. സിമ്പിൾ അല്ലേ? അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചു. ഷൂ മാനുഫാക്ചർക്ക് വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ വീറ്റ് സെല്ല് ചെയ്യേണ്ട ഒരാളെയും കണ്ടുപിടിക്കണം. ആ വീറ്റ് സെല്ല് ചെയ്യുന്ന ആൾക്ക് ഷൂവിന്റെ ആവശ്യവും വേണം. അപ്പൊ ഷൂ വാങ്ങാൻ ആഗ്രഹമുള്ള, വീറ്റ് സെല്ല് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളെ കണ്ടുപിടിച്ചാൽ മാത്രമേ ആ ഷൂ മാനുഫാക്ചർക്ക് അദ്ദേഹത്തിന്റെ ഷൂ കൊടുത്തിട്ട് വീറ്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നമുക്ക് മണി ഉണ്ട് അല്ലെ? നമ്മളെ ഇന്നത്തെ സിനാറിയോയിൽ എന്തുണ്ട്? നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പം എനിക്ക് ഷൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് ഷൂ വാങ്ങിക്കും. എനിക്ക് വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് വീറ്റ് വാങ്ങിക്കും. അപ്പൊ ഞാന് ഷൂ ഉള്ള അല്ലെങ്കിൽ വീറ്റുള്ള അങ്ങനെയൊന്നും നോക്കി ആൾക്കാരെ തപ്പിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യേണ്ട. എന്റെ കയ്യിൽ ഒന്നും വേണ്ട എക്സ്ചേഞ്ച് ചെയ്യാൻ, എന്റെ കയ്യില് പൈസ മാത്രം മതി. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പോയിട്ട്
ഷൂ വാങ്ങിക്കാൻ പറ്റും. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് വീറ്റ് വാങ്ങിക്കാനും പറ്റും. ക്ലിയർ ആണോ നിങ്ങൾക്ക് കോൺസെപ്റ്റ്? ബാർട്ടർ സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഓക്കെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. In contrast, in an economy where money is in use, money, by providing the crucial intermediate step, eliminates the need for double coincidence of bonds. അപ്പൊ മണി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണോ? വേണ്ട. മണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ മതി. അവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണമെന്നില്ല. Okay, it is no longer necessary for the shoe manufacturer to look for a farmer who will buy his shoes and at the same time sell him wheat. അതന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഷൂ മാനുഫാക്ചർക്ക് അദ്ദേഹത്തിന്റെ ഷൂ വാങ്ങിക്കുന്ന അതേ സ്ഥാനത്ത് വീറ്റ് വിൽക്കുന്ന ഒരു ഫാമറിനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അവിടെ മണി ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ ആണോ? ഓക്കെ ആണ്. So once he has exchanged his shoes for money, he can purchase wheat or any other commodity in the market. Since money acts as an intermediate in the exchange process, it is called medium of exchange. അപ്പം മണീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ. മണീനെ നമ്മൾ എന്താ വിളിക്കുക? മണിയാണ്. Money is known as medium of exchange. മണീനെ വിളിക്കുന്ന പേരാണെന്താ? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണീനെ എന്താ വിളിക്കുക? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ പൈസ കാണുന്നില്ലേ? കുറെ പൈസ ഉണ്ട് അല്ലെ? ഇത്തരം മീഡിയം നമ്മൾ അതിനിടയിൽ നമുക്കൊരു 2000 നോട്ട് നിരോധനം ഒക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ 1000 ഒരു നോട്ട് ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല അല്ലെ? അപ്പൊ 1000 ഒരു നോട്ട് ഉണ്ടായിരുന്നു, അതില്ല. അപ്പം മണി എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം എന്താ കള്ള നോട്ടുകൾ നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഡ്വാൻസ്മെന്റ്സ് മണിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുതുക്കിയ നോട്ടുകളും പഴയ നോട്ടുകളും ഒക്കെ ഉണ്ട് അല്ലെ? ഈ 10 രൂപയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ മണീന്റെ മുമ്പ് തന്നെ, ഈ കാണുന്ന ഇന്ന് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന മണീന്റെ മുമ്പ് തന്നെ നമ്മൾ പൈസ കണക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? 20 പൈസ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പഴയ നോട്ടുകൾ, പഴയ നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടോന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന നോട്ടുകളാണ്, നോട്ടുകളിൽ ചിലതാണ് ഇവിടെ ഇമേജിൽ കാണിച്ചിട്ടുള്ളത്. സോ മോഡേൺ ഫോംസ് ഓഫ് മണി. Modern forms of money. We have seen that money is something that can act as a medium of exchange in transactions. അപ്പൊ നമ്മൾ പറഞ്ഞു മണി എന്ന് പറയുന്നത് എന്താണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് നമ്മൾ വിളിക്കുക. Before the introduction of coins, a variety of objects was used as money. അപ്പം മണി എന്ന് പറയുന്നത് കോയിൻസ് വരുന്നത്, നമ്മളിപ്പോ പൈസ ആയിട്ട് കോയിൻസും കുറച്ച് നോട്ടുകളൊക്കെ അല്ലേ ഉള്ളത്. ഇത് വരുന്നതിന് മുമ്പ് വേറെ കുറച്ച് സാധനമായിരുന്നു നമ്മള് മണിക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലെ? Variety of objects was used as money. എന്തൊക്കെ സാധനങ്ങളായിരുന്നു? For example, since the very early ages, Indians use grains and cattle as money. അപ്പൊ നമ്മള് പഴയ കാലത്ത് ഗ്രെയിൻസിനെയും കാറ്റിലിനെയും ഒക്കെ മണിക്ക് പകരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രെയിൻസും കാറ്റിലൊക്കെ മണിക്ക് പകരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സാധനം വാങ്ങാന്നുണ്ടെങ്കിൽ നമ്മള് എന്ത് കൊടുക്കുമായിരുന്നു? ഗ്രെയിൻസ് കൊടുക്കുമായിരുന്നു അല്ലെ? ഗ്രെയിൻസിനെ കൊടുക്കും, കാറ്റിലിനെ കൊടുത്തിട്ടൊക്കെ പഴയ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊടുക്കുമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കുമ്പോ പഠിച്ചിട്ടുണ്ടാവില്ലേ? പഴയ സമൂഹത്തിലൊക്കെ എന്ത് ചെയ്യായിരുന്നു? ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കുമായിരുന്നു? കൂലിയായിട്ട് ഫുഡ് കൊടുക്കുമായിരുന്നു അല്ലെ? അപ്പം ഗ്രെയിൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം മണിക്ക് പകരമായിട്ട് അല്ലെ? വേതനത്തിന് പകരമായിട്ട് ഗ്രെയിൻസ് കൊടുക്കുന്ന സിസ്റ്റം ഗ്രെയിൻസ് ആയിട്ട് തന്നെ കൊടുക്കും. അപ്പൊ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫേവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു നാഴി അരിയൊക്കെ എടുത്തിട്ട് കൊടുക്കും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനുശേഷം thereafter came the use of metallic coins like gold, silver, copper coins. സോറി, അപ്പൊ ഗ്രെയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഗോൾഡ്, സിൽവർ, കോപ്പറിന്റെ ഒക്കെ കോയിൻസ് കൊടുക്കും. ഓക്കെ, അപ്പം അതും എന്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? പഴയൊരു കാലത്ത് മണിക്ക് പകരമായിട്ട് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ പഴയ ബുക്കൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കുറെ സ്വർണ്ണ നാണയങ്ങൾ ഉപഹാരമായി കൊടുത്തു എന്നൊക്കെ കഥാപുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടോ?
രാജാവിന് ഒരുപാട് സന്തോഷം തോന്നി, കുറെ സ്വർണ്ണ നാണയങ്ങൾ ഉപഹാരമായി കൊടുത്തു എന്നൊക്കെ കഥയുടെ ലാസ്റ്റ് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? കുറെ വെള്ളി നാണയങ്ങൾ കൊടുത്തു, അങ്ങനെയൊക്കെ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താണത്? അവിടെ മണിക്ക് പകരം അവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഗോൾഡ് കോയിൻസ്, സിൽവർ കോയിൻസ് ഒക്കെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? അപ്പം മണി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മണി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കാറ്റിലിനെയും ഗ്രെയിൻസിനെയും ഒക്കെ ആയിരുന്നു മണിക്ക് പകരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് എന്ത്? ഗോൾഡ് കോയിൻസ്, സിൽവർ കോയിൻസ് ഒക്കെ. ശരിയാണോ? ക്ലിയർ അല്ലേ? സോ കറൻസി, ഇന്ന് നമ്മള് ഇന്ത്യൻ കറൻസിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. സോ മോഡേൺ ഫോംസ് ഓഫ് മണി ഇൻക്ലൂഡ് കറൻസി, പേപ്പർ നോട്ട്സ് ആൻഡ് കോയിൻസ്. അപ്പം കറൻസിന്റെ പേപ്പർ നോട്ടുകളും കോയിൻസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഇമേജസിൽ കണ്ടിട്ടുണ്ട്. Unlike the things that were used as money earlier, modern currency is not made of precious metals such as gold, silver and coin. അപ്പം നമ്മള് ഈ കോപ്പർ, അപ്പം മോഡേൺ കറൻസി ഇരിക്കുന്ന കോയിൻ എന്ന് പറയുന്നത് സ്വർണ്ണ നാണയത്തിന്റെ കോയിൻ ആണോ? നമ്മൾ 5 രൂപ നാണയം എന്ന് പറയുന്നത് ഗോൾഡ് ആണോ? അല്ല. സിൽവർ ആണോ? അല്ല അല്ലെ? അപ്പൊ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? കോയിൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. The modern currency is without any use of its own. അപ്പം അതിനെന്ന് പറയുന്നത്, കറൻസി എന്ന് പറയുന്നത് എന്താ? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? കറൻസി എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം വാങ്ങിക്കാനും അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുമ്പോഴും മാത്രമായിട്ടാണ് നമ്മൾ ആ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് മണി എന്ന് പറയുന്നത് അല്ലെ? അത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ ഗ്രെയിൻസ് ആയിരുന്നു ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഗ്രെയിൻസ് ആയിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ഗ്രെയിൻസ് കൊടുത്തു എന്നാണ്. അപ്പൊ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണോ? ഗ്രെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ഒരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുന്ന സമയത്ത്, കുറച്ച് ആപ്പിൾ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ഗ്രെയിൻസ് എടുത്ത് കൊടുക്കും. എല്ലാത്തിനും ഗ്രെയിൻസ് എടുത്ത് കൊടുക്കുന്നു. അപ്പൊ ഗ്രെയിൻസിന്റെ പർപ്പസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണോ? അല്ല. ഗ്രെയിൻസ് നമ്മള് ഫുഡായിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷെ മണി എന്ന് പറയുന്ന സാധനം ഈ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, then why is it accepted as a medium of exchange? എന്തുകൊണ്ടാണ് മണിയെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്? It is accepted as a medium of exchange because the currency is authorized by the government of the country. നമ്മുടെ കറൻസി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ഓഫ് ദി കൺട്രി എന്ത് ചെയ്തിട്ടുണ്ട്? ഓതറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ഒരു നോട്ട് എടുത്ത് നോക്കുക, ഏതെങ്കിലും ഒരു 50 രൂപയോ 100 രൂപ നോട്ട് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ഇന്ത്യൻ കറൻസിയില് എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, എന്തൊക്കെ ഇമേജസ് ആണ് ഇന്ത്യൻ കറൻസിയിലുള്ളത് അല്ലെ? കുറെ ചിത്രങ്ങളൊക്കെ ഗാന്ധിജീന്റെ ഫോട്ടോ കാണാം അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? എത്ര ഭാഷകളില് ആ ഒരു നമ്പർ, ഇപ്പം 50 രൂപയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 10 രൂപ എന്നുള്ള 10 രൂപ എന്നിങ്ങനെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം അത് എത്ര ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? 10 രൂപ എന്ന അർത്ഥം വരുന്ന 10 രൂപ എന്നുള്ള വേർഡ് ഏതൊക്കെ ഭാഷയിലാണ് ആ 10 രൂപ നോട്ടില് എഴുതിയിട്ട്? നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നോ? ആൻഡ് അത് ഏത് വർഷമാണ് പുറത്തേക്ക് വിട്ടത് അല്ലെ? അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇയർ ഉണ്ടാവും അല്ലെ? ഇപ്പൊ 2008, 2018 അങ്ങനെ അത് ഏത് വർഷമാണ് പുറത്തു വിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറുടെ സൈൻ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഈ ഒരു നാണയത്തില് അല്ലെങ്കിൽ ഒരു നോട്ടില് സെയിം നിങ്ങൾക്ക് നാണയത്തിൽ നോക്കാം, നാണയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നമ്മൾ പറഞ്ഞത് കറൻസി ഈസ് ഓതറൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ദി കൺട്രി. അപ്പം ഇതിപ്പം ഇന്ത്യയിലെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ കറൻസിന്റെ കാര്യം പറഞ്ഞത്. അപ്പം ഏതൊരു രാജ്യത്തിലായാലും ആ രാജ്യത്തിന്റെ കറൻസി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേടാ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാ. നോട്ടുകൾ നിങ്ങൾ കാണാത്തതല്ല, കോയിൻസ് നിങ്ങൾ കാണാത്തതല്ല അല്ലേ? ഓക്കെ. In India,
ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ, കേട്ടിട്ടില്ലേ നിങ്ങൾ? RBI എന്ന് പറയും അല്ലെ, ഷോർട്ട് ആക്കിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ഇന്ത്യയില് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? നോട്ടിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, പൈസയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാന്നറിയൂടാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാവും. Okay, so in India, the Reserve Bank of India issues currency notes on behalf of the central government. As per Indian law, no other individual or organization is allowed to issue currency. അപ്പം ഇന്ത്യയില് RBI അല്ലാതെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലാതെ വേറെ ഒരാൾക്കും എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നാളെ ഞാൻ വീട്ടിൽ നിന്ന് കറൻസി ഉണ്ടാക്കാന്ന് വിചാരിച്ചോ, അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതാണ് കള്ളനോട്ടുകളായിട്ട് വരുന്നത് കേട്ടോ. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യയിലെ നോട്ടിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതാണ് നിയന്ത്രിക്കുന്നത്, ഇന്ത്യൻ കറൻസിനെ ഫുൾ നിയന്ത്രിക്കുന്നത്. നമുക്ക് വേറൊരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിനോ എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പൊ കറൻസി ഉണ്ടാക്കുന്നത് എവിടുന്നാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. ക്ലിയർ ആണോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആസ് പെർ ഇന്ത്യൻ ലോ, no other individual or organization is allowed to issue കറൻസി. അപ്പൊ കറൻസി ഇഷ്യൂ ചെയ്യാൻ വേറെ ഒരാൾക്കും എന്തില്ല? റൈറ്റ് ഇല്ല. ഓക്കെ ആണോ? അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ. സോ moreover, the law legalizes the use of rupee as a medium of payment that cannot be refused in settling transactions in India. അപ്പം ഒരാള് ഒരു ഫ്രൂട്ട് ഷോപ്പിൽ പോയി, ഒരു ഫ്രൂട്ട് കടയിൽ പോയിട്ട് ആപ്പിൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. അപ്പം ആപ്പിൾ വാങ്ങുമ്പം നമ്മൾ എന്താ ശരിക്കും കൊടുക്കേണ്ടത്? ആപ്പിളിന് അയാൾ പറയുന്ന റേറ്റ് അല്ലെ, മണി ആയിട്ടാണ് അയാൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അയാൾ പറയാണ്, എനിക്ക് ആപ്പിളിന് പൈസ തരാൻ പറ്റില്ല, എനിക്ക് ആപ്പിളിന് പകരം നിങ്ങൾ എനിക്ക് ഒരു കിലോ ചിക്കൻ തരണം എന്ന് പറയാം. പക്ഷെ അതല്ല, അവിടെ അങ്ങനെയല്ല നിയമം വരുന്നത്. എന്താണ്? 1 കിലോ ആപ്പിൾ ആണ് പറയുന്നുണ്ടെങ്കിൽ നമ്മള് 1 കിലോ ആപ്പിളിന്റെ റേറ്റ് ആണ്, മണി ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മളിപ്പം ബാർട്ടർ സിസ്റ്റം അല്ല അല്ലെ, സാധനത്തിന് പകരം സാധനം അല്ല, പകരം കൊടുക്കുന്നത് എന്താണ്? മണിയാണ് നമ്മൾ പകരം കൊടുക്കുന്നത്. സോ no individual in India can legally refuse a payment made in rupees. അപ്പം നമുക്ക് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പേയ്മെന്റ്, പൈസയിലെ ഒരു പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു സാധനം വെച്ചിട്ടാണ്, നിങ്ങൾ പൈസ വെച്ചിട്ടല്ല ഇതിന് പേയ്മെന്റ് ചെയ്യേണ്ടത്, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? നോ ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ can legally refuse a payment made in rupees. And hence the rupees is widely accepted as a medium of exchange. അപ്പൊ മണി എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മള് റുപ്പീസ് ആണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ നമ്മള് ഇത്രയും നേരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് മണി എന്താണെന്ന് പറഞ്ഞിട്ടാ വന്നത്. ആൻഡ് ബാർട്ടർ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്നതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ബാർട്ടർ സിസ്റ്റത്തില് കുറെ ഡിമെറിറ്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് അതിന്റെ മൂല്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. സോ അപ്പം 1 കിലോ ആപ്പിളിന്റെ വിലയും അല്ലെങ്കിൽ 1 കിലോ ഗോൾഡിന്റെ, 1 കിലോ ആപ്പിളിന് പകരം 1 കിലോ ഗോൾഡ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മൂല്യം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത്. ആൻഡ് നമ്മള് എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? അപ്പം നമ്മള് കറൻസി പ്രീവിയസ്ലി ഗോൾഡ് കോയിൻസ്, സിൽവർ കോയിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡൻസിലുള്ള കറൻസിയും കോയിൻസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
ആൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ്. അപ്പൊ നമ്മള് കറൻസി ആണ് നമ്മള് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ചിലപ്പോ നമ്മള് കറൻസി കയ്യിലായിട്ട് പിടിക്കുന്നുണ്ടാവില്ല, നമ്മള് എന്ത് ചെയ്യും, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്. The other form in which people hold money is as deposits with banks. അപ്പൊ നമ്മള് ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. At a point of time, people need only some currency for their day-to-day needs. അല്ലെ, ഇപ്പം എന്റെ കയ്യില് 1 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അസ്യൂം ചെയ്യാ എന്റെ കയ്യില് 1 crore അല്ലെ, എന്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ആൻഡ് എനിക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ട് 1 കോടി രൂപേന്റെ ആവശ്യം എനിക്കുണ്ടോ? ഇല്ല അല്ലെ. എനിക്ക് ജീവിക്കാൻ വേണ്ട 10, 100, 1000 രൂപ അത് മതി. എനിക്കിപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പൈസ മതി എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ 1 കോടി രൂപ ഞാൻ കയ്യിൽ വെക്കണോ? വേണ്ട. അപ്പൊ എന്ത് ചെയ്യും, ഡേ ടു ഡേ ആക്ടിവിറ്റീസില് നമുക്ക് ആവശ്യമുള്ള പൈസ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി പൈസ നമ്മള് ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യും. അതാ പറയുന്നത്, at a point of time people need only some currency for their day-to-day needs. For instance, workers who receive their salaries at the end of each month have extra cash at the beginning of the month അല്ലേ. So what do people do with this extra cash? അപ്പം ഈ ആൾക്കാർ എന്ത് ചെയ്യും, ഈ എക്സ്ട്രാ പൈസ വെച്ചിട്ട് എന്താ ചെയ്യാൻ നോക്കി നിങ്ങള്, they deposit it with the banks by opening a bank account in their name. അപ്പം അവര് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. ആരുടെങ്കിലും ഒക്കെ അക്കൗണ്ട് പോയിട്ടല്ല ഡെപ്പോസിറ്റ് ചെയ്യുക. ആ ഇൻഡിവിജ്വലിന്റെ പേരില് എന്ത് ചെയ്യും, ആ ബാങ്കിൽ പോയിട്ട് അയാളുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു അക്കൗണ്ടില് ആ പൈസ, റിമൈനിങ് ആയിട്ടുള്ള പൈസ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ മണി എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടത് എടുത്തു വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യും, ആൾക്കാര് ബാങ്കില് ആ ഒരാളുടെ പേരിലുള്ള, ഓതറിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ പേരിലുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പൈസ ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യും. Banks accept the deposits and also pay an amount as interest on the deposits. അപ്പം ബാങ്ക് ആ പൈസ എടുക്കും. ആ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് അല്ലെ, ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം 100 രൂപയ്ക്ക് ഇത്ര പലിശ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. 5% ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പൈസയ്ക്ക് 6% ഇൻട്രസ്റ്റ്. അപ്പം 1000 രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1000 ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരൊരു 7% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ടായിരിക്കും നമുക്ക് കഴിയുന്ന സമയത്ത് പൈസ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ അവര് ഒരു ഇൻട്രസ്റ്റും കൂടി, ഒരു പലിശയും കൂടെ അതിന്റെ കൂടെ നമുക്ക് തരും. So banks accept the deposit and also pay an amount as interest on the deposits. In this way, people's money is safe with the banks and it earns an amount as interest. അപ്പം ആൾക്കാർ നമ്മളെ ചുമ്മാ നമ്മളെ കയ്യിൽ ബാക്കിയുള്ള പൈസ നമ്മൾ കയ്യിൽ വെക്കുന്നതിലും നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിയുന്നത് നമുക്ക് എന്തും കൂടെ കിട്ടും. അതിന്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള മണീന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ കിട്ടും. ഓക്കെ, so people also have the provision to withdraw the money as and when they require. അപ്പം നമുക്ക് ബാങ്കിൽ ഇട്ട് വെച്ചു, നമ്മളെ പൈസ നമ്മൾ പോയിട്ട് ബാങ്കിൽ ഇട്ട് വെച്ചു, പക്ഷെ നമുക്കൊരു നീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ പോയിട്ട് എടുക്കാനും പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ആ പൈസ പോയിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട്. Since the deposits in the bank accounts can be withdrawn on demand, these deposits are called ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. അപ്പൊ എന്താ മക്കളെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല. സിൻസ് ദ ഡെപ്പോസിറ്റ്സ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്സ് ക്യാൻ ബി വിത്ഡ്രോൺ ഓൺ ഡിമാൻഡ്. അപ്പം നമുക്ക് ഓൺ ഡിമാൻഡ് നമുക്ക് പൈസ ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓൺ ഡിമാൻഡ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. Okay, so demand deposits
offer another interesting facility. It is this facility which lends it the essential characteristics of money, that of the medium of exchange. അപ്പം ഈ ഒരു എന്താ പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു ഫെസിലിറ്റി. ഇറ്റ് ഈസ് ദിസ് ഫെസിലിറ്റി വിച്ച് ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി, മണീന്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നതാണ് എന്താ, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺ ഡിമാൻഡ് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് പേയ്മെന്റ് ആണ് ചെക്ക് പേയ്മെന്റ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ലീഫ്, ചെക്ക് പേയ്മെന്റ്സ്? അപ്പൊ ചെക്ക് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഷൂ മാനുഫാക്ചർ എം സലീം ഹാസ് ടു മേക്ക് എ പേയ്മെന്റ് ടു ദി ലെതർ സപ്ലയർ ആൻഡ് റൈറ്റ്സ് എ ചെക്ക് ഫോർ സ്പെസിഫിക് എമൗണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത് ചെക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഒരു ചെക്ക് എങ്ങനെയാണ് അല്ലെ എന്തിനാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ചെക്ക് ലീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും അല്ലെ. സോ ഒരു ഷൂ മാനുഫാക്ചർക്ക് അല്ലെങ്കിൽ സലീം എന്ന് പറയുന്ന ഒരു ഷൂ മാനുഫാക്ചർക്ക് ഹാസ് ടു മേക്ക് എ പേയ്മെന്റ് ടു ദ ലെതർ സപ്ലയർ. അയാള് ഷൂ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ലെതർ വേണം അല്ലെ. അപ്പം ഇയാൾക്ക് ഷൂ ഉണ്ടാക്കാൻ വേണ്ട ലെതർ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട്. ആ ലെതർ സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ചുമ്മാ അയാള് ലെതർ സപ്ലൈ ചെയ്യോ? ഇല്ല അല്ലെ. ലെതർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കണം, ആ ലെതറിന്റെ പൈസ കൊടുക്കണം അല്ലെ. ഷൂ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ലെതറിന് ആര് പൈസ കൊടുക്കണം, ഷൂ മാനുഫാക്ചർ പൈസ കൊടുക്കണം അല്ലെ. സോ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു എമൗണ്ടിന് കണക്കാക്കിയിട്ട് അദ്ദേഹം ഒരു ചെക്ക് എഴുതി അല്ലെ. ആ ഒരു എമൗണ്ടിന് കണക്കാക്കിയിട്ട് സലീം എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തു. This means that the shoe manufacturer instructs his bank to pay this amount to the leather supplier. അപ്പം ചെക്ക് എഴുതിയിട്ട് ആ ഒരു എമൗണ്ട് ചെക്ക് എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക് എന്താ മനസ്സിലാക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യണം, ഈ ഷൂ മാനുഫാക്ചറുടെ പേരിലുള്ള അക്കൗണ്ടിലുള്ളതിൽ നിന്നും ആ എമൗണ്ട് എന്ത് ചെയ്യണം, ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ഒരു സ്പെസിഫിക് എമൗണ്ട് ആർക്ക് കൊടുക്കണം, ലെതർ സപ്ലയർക്ക് കൊടുക്കണം എന്നാണ് ബാങ്ക് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പം അദ്ദേഹത്തിന്റെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പൈസ ആർക്ക് കൊടുക്കണം, ലെതർ സപ്ലയർക്ക് കൊടുക്കണം. ഓക്കെ, ദ ലെതർ സപ്ലയർ ടേക്സ് ദിസ് ചെക്ക് ആൻഡ് ഡെപ്പോസിറ്റ് ഇറ്റ് ഇൻ ഹിസ് ഓൺ അക്കൗണ്ട് ഇൻ ദി ബാങ്ക്. അപ്പം ലെതർ സപ്ലയർ എന്താ ചെയ്യാ, ആ ചെക്ക് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ആ ലെതർ സപ്ലയറുടെ പേരിൽ എന്ത് ചെയ്യും, ആ എമൗണ്ട് ബാങ്കിൽ ഇടും. ഓക്കെ, ദ മണി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം. ഇവിടെ എന്താ മക്കളെ സംഭവിച്ചത്, ഇങ്ങനെ ചെയ്യുമ്പോ എന്താ സംഭവിച്ചത്, ലെതർ സപ്ലയർ ഉണ്ടായിരുന്നു. ലെതർ സപ്ലയർ ഷൂ മാനുഫാക്ചർക്ക് ലെതർ കൊടുത്തു. പകരമായിട്ട് ഷൂ മാനുഫാക്ചറർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പേരിലുള്ള എമൗണ്ടിന്ന് പൈസയിന്ന് ഒരു ചെക്ക് എഴുതി ആ ബാങ്കിന് കൊടുത്തു. ആ ബാങ്ക് എന്ത് ചെയ്യണം, ലെതർ മാനുഫാക്ചർക്ക് ലെതർ സപ്ലയർക്ക് ഷൂ മാനുഫാക്ചറിന്റെ അക്കൗണ്ടില് പൈസ കൊടുക്കണം. എന്നിട്ട് ലെതർ സപ്ലയർ എന്ത് ചെയ്തു, അത് തന്റെ സ്വന്തം പേരില് ആ പൈസ ഇട്ടു. Money is transferred from one bank account to another bank account in a couple of days. എന്ത് ചെയ്തു, ഒരാളുടെ അക്കൗണ്ടിലുള്ള പൈസ അല്ലെ, ഷൂ മാനുഫാക്ചറുടെ അക്കൗണ്ടിലുള്ള പൈസ ആരുടെ അക്കൗണ്ടിൽ എത്തി, ലെതർ സപ്ലയറുടെ അക്കൗണ്ടിലേക്ക് എത്തി. The transaction is complete without any payments or cash. ഇപ്പം ഇവിടെ ഈ ലെതർ സപ്ലയർ അല്ലെങ്കിൽ ഷൂ മാനുഫാക്ചർ പോയിട്ട് പൈസ എടുത്തിട്ട് ആർക്ക് കൊടുത്തു, ലെതർ സപ്ലയർക്ക് കൊടുത്തു. എന്നിട്ട് ലെതർ സപ്ലയർ ആ പൈസയും കൊണ്ട് പോയിട്ട് പിന്നെയും ബാങ്കിൽ പോയതാണോ? അല്ല അല്ലെ. ഈ ഒരു ചെക്കിൽ എഴുതുന്നതോടുകൂടി ബാങ്കിന് മനസ്സിലാവാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദ ട്രാൻസാക്ഷൻ ഇസ് കംപ്ലീറ്റ് വിത്തൗട്ട് എനി പേയ്മെന്റ്സ് ഓർ ക്യാഷ്. ഒരു ക്യാഷിന്റെ അല്ലെങ്കിൽ പേയ്മെന്റ്സ് ഒന്നും വാങ്ങിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഒരു ചെക്ക് ലീഫിന്റെ ഇമേജ് ആണ് ഇത്. നിങ്ങൾ കാണുന്നുണ്ടോ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? പേര് പറയുന്നുണ്ട്, ഡേറ്റ് ഇടുന്നുണ്ട്, എത്ര എമൗണ്ട് ആണെന്ന് ഇടുന്നുണ്ട് അല്ലെ, എത്ര എമൗണ്ട് ആണെന്ന് ഇടുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അത് വേർഡ്സിൽ എഴുതുന്നുണ്ട്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്, അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട്, ബ്രാഞ്ച് പറയുന്നുണ്ട് അല്ലെ, ബ്രാഞ്ചിന്റെ ഒരു കോഡ് ഉണ്ടാവും അല്ലെ, ബ്രാഞ്ചിന്റെ കോഡ് ഉണ്ട്, IFSC കോഡൊക്കെ ഉണ്ടാവും.
പിന്നെ എന്തുണ്ട്, ചെക്കിന്റെ നമ്പർ ഉണ്ടാവും, കോഡിംഗ് യൂസ്ഡ് ബൈ ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ചെക്കാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദസ് വി സീ ദാറ്റ് അതിനകത്ത് സൈൻ ഉണ്ടാവും കേട്ടോ, സിഗ്നേച്ചർ ചെയ്യണം കേട്ടോ, സിഗ്നേച്ചർ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്, സൈൻ ഇമ്പോർട്ടന്റ് ആണ്. സോ thus we see that demand deposits share the essential features of money. അപ്പം പൈസയുടെ എസെൻഷ്യൽ ഫീച്ചർ ആണ് in the demand deposits ഇമ്പോർട്ടന്റ് ആണ്. The facility of checks against demand deposits make it possible to directly settle payments without the use of cash. അല്ല, നമ്മൾ ക്യാഷ് യൂസ് ചെയ്യാതെ എന്ത് ചെയ്യാണ്, ഒരു അക്കൗണ്ടിൽ നിന്നും വേറെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. Since demand deposits are accepted widely as a means of payment along with currency, they constitute money in the modern economy. അപ്പം പൈസയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൽ അല്ലെ. So you must remember the role that the banks play here, but for the banks there would be no demand deposits and no payments by checks against these deposits. അപ്പം ഇതില് ബാങ്കിന് എങ്ങനെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന്, ബാങ്കിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇടുന്നു അല്ലെ, ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നു. അപ്പം ബാങ്കിന് എങ്ങനെയാണ് ഈ പൈസ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിന് ഇതിന് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. The modern forms of money, currency and deposits are closely linked to the working of the modern banking system. അപ്പൊ നമ്മള് നോക്കുകയാണ് മോഡേൺ ബാങ്കിങ് സിസ്റ്റം. അപ്പൊ നമുക്ക് മോഡേൺ ബാങ്കിങ് സിസ്റ്റം അറിയണം. അവര് ബാങ്കില് എന്താണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും ചെക്കുകളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം ഈ പൈസ ബാങ്കിനകത്ത് എന്താണ് നടക്കുന്നത്, അവരെങ്ങനെയാണ് ഇതിനകത്തുനിന്ന് അവർക്കൊരു ലാഭം പോലെ കിട്ടുന്നത്, അല്ലെങ്കിൽ അവര് ബാങ്കിന്റെ മറ്റുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, നമ്മൾ ഡെപ്പോസിറ്റേഴ്സ് വേണം അല്ലെ, നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ സെഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്, നമ്മൾ മണി ആൻഡ് ഡെപ്പോസിറ്റ്സില് മണി ആൻഡ് ക്രെഡിറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്, നമ്മൾ ബാർട്ടർ സിസ്റ്റം പഠിച്ചു അല്ലെ, ബാർട്ടർ സിസ്റ്റം പഠിച്ചു. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അത് കഴിഞ്ഞ് മണി വന്നു അല്ലെ, സിൽവർ കോയിൻസ് ഗോൾഡ് കോയിൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മണി വന്നു. മണി നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാര് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന മണി എടുത്തു വെച്ചിട്ട് ബാക്കി പൈസ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവര് ബാങ്ക് അതിന് ഇൻട്രസ്റ്റ് തരും. ഓൾസോ ചെക്കുകൾ ഉണ്ട്. ചെക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്നും വേറൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് ചെക്കുകൾ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കുന്നത് മോഡേൺ ബാങ്കിങ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് വേറൊരു സെഷനിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.